നമസ്കാരം. ഇന്ന് ചെറുതേനീച്ച കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ പഴയ ടൂൾസും കാര്യങ്ങളൊക്കെ ഒരു വർഷമായിട്ട് വെച്ചത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളമൊക്കെ വാർത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം സ്റ്റീലും കൊണ്ടുള്ള പാത്രമാണ്. ഇത് ചൈനീസ് സ്റ്റീലാണിത്. നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണിത്. തേന ഒലിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സാധനമാണ്. അതുപോലെ നെറ്റും കത്തിയും ഇരിക്കാനുള്ള ഒരു സ്റ്റൂളും കൂടെ എടുത്തിട്ടുണ്ട്. 14x4 തീർത്ത പെട്ടിയാണിത്. തേക്കും കൊണ്ട് തീർത്ത പെട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ പെയിൻ്റ് അടിച്ചിട്ടില്ല. സാധാരണ പെയിൻ്റ് അടിക്കുന്ന തേക്കിൻ്റെ പെട്ടിയായാലും പെയിൻ്റ് അടിക്കുന്നതാണ് അത് നല്ലത്. പക്ഷേ ആ തേക്കിൻ്റെ ആ മഹിമ പോകുന്നതുകൊണ്ടാണ് പെയിൻ്റ് അടിക്കാത്തത്. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ വെച്ചൊരു പെട്ടീനെ വേറൊരു പെട്ടിയിലേക്ക് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പഴയ പെട്ടിയാണ്. ഏകദേശം 10-15 വർഷം പഴക്കമുള്ള പെട്ടിയത്. ഇരുമ്പുള്ളിലുണ്ടാക്കിയ പെട്ടിയാണ്. ഇത് മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ആണിയൊക്കെ തുരുമ്പെടുത്ത് പോയി. അങ്ങനെ ഇതിവിടെ വെച്ച് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല വേനത്ത് നല്ല വെയിലത്ത് ഇതിൻ്റെ ഇളകിപ്പോയായിരുന്നു. അതുകൊണ്ട് നൂലിട്ട് കെട്ടി വെച്ചേക്കുന്ന അത് ഈ പ്രാവശ്യം പുതിയ പെട്ടിയിലേക്ക് ആക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. തുറന്നു നോക്കണം എങ്ങനെയാണ് ഉള്ളതെന്ന്. ഈ വേനൽക്കാലത്ത് അത് മറിഞ്ഞു വീണായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയേണ്ടി വരും. തുറന്നു നോക്കണം. ടൂൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഉപയോഗിക്കുന്നത്. ഉളി സൗകര്യങ്ങളുണ്ടാകും ടൂൾസ് കുറേ എണ്ണം ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലെ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഇത്. പിന്നെ തേനുണ്ടെങ്കിൽ അത് തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കത്തി. അങ്ങനത്തെ 3 സാധനം മതി നമുക്ക്. നമുക്കത് എടുത്തു നോക്കാം. മഴക്കാലത്ത് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയതാ. നാല് സൈഡും വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചത്. അത് നമുക്ക് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. എന്താവും നോക്കാലോ. ഇതിനകത്ത് ഈച്ച ഉണ്ടെങ്കിൽ നല്ലോണം ഈച്ച പറക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. പുറമേ പറഞ്ഞാലും അത് ചിലപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ അവസ്ഥ. അപ്പം തന്നെ ഈച്ചയൊക്കെ പറന്ന് ആക്രമിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പുതുതായിട്ട് ഇതൊരു പഴയ പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് റാണി നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഭയങ്കര മെഴുക്. റാണീനെ കണ്ടു. റാണി നമ്മളിത് തുറന്ന പാടെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം റാണീനെ കണ്ടുപിടിക്കണം. റാണീനെ കണ്ട ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൂട് രക്ഷപ്പെട്ടു. നമുക്ക് പിന്നെ അധികം വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് റാണി മുട്ട ഉണ്ടോ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ മതി. ഇപ്പം നമുക്ക് റാണീനെ കിട്ടിക്കഴിഞ്ഞാൽ റാണി ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് അങ്ങോട്ട് വെക്കണം. അല്ലെങ്കിൽ അത് അമർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ
നമ്മുടെ ഒരു ഭാഗം ക്ലിയറായി. ഇപ്പം ഇത് ഫെബ്രുവരി ആദ്യ വാരമാണിത്. ഇപ്പോൾ ഇതിനകത്ത് വലിയ സ്ട്രെങ്ത് ഒന്നും കാണാനില്ലെങ്കിലും ഇതുണ്ടോ, ഇവിടെ റാണിമുട്ട വെച്ചിട്ടുണ്ട്. ഈ റാണിമുട്ട ഒരെണ്ണോട്ടൊക്കെ ആയിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ റാണീനെ ഒന്ന് പുതുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഈച്ചകൾ റാണി സെല്ലുണ്ടാക്കി അതിനകത്ത് റാണി മുട്ട ഇടുകയും ചെയ്യുന്നത്. അപ്പോൾ റാണിയുടെ പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ഈ കൂടുകൾ ഓട്ടോമാറ്റിക്കായിട്ടല്ല, അവരോരോ കാലത്തിനനുസരിച്ച് അവരാ റാണി ഈച്ചേനെ പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് റാണി സെല്ല് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എപ്പോഴും ഒരു കൂട്ടിൽ എപ്പോഴും ഒരു റാണി സെല്ല് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സമയത്ത് തുറന്നാലും ഒരു റാണി സെല്ല് സാധാരണ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ബ്ലൈൻഡ് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആയി പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റാണി സെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് അഥവാ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വേറൊരു കൂടിനെ നമുക്ക് ഇതേപോലെ റാണി സെല്ല് ഇല്ലാത്ത ഒരു കൂട് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇങ്ങനത്തെ റാണി സെല്ല് കിട്ടിയാലുള്ള മെച്ചം. ഇപ്പം ഇത് കണ്ടോ, അത്യാവശ്യം തേന് ആകാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ നമുക്കൊരു സൈഡിൽ ഒതുക്കി വെക്കാം. നമുക്ക് അതുപോലെ ഇത് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാവും. വേണ്ട, ഇതാണ് ഇതിൻ്റെ കൂട്. നമുക്ക് ബാക്കി കുറച്ചുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് എടുത്തു വെക്കാം. അത്യാവശ്യം തേന് പ്രകൃതിയിലായി തുടങ്ങിയിട്ടുണ്ട്. പൂമ്പൊടി ആകാൻ തുടങ്ങിയിട്ടില്ല. പൂമ്പൊടിയൊക്കെ കുറവാണ്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് പൂമ്പൊടിയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലത്ത് ആദ്യം പൂമ്പൊടിയാവും, അതിന് ശേഷമാണ് തേനാകുന്നത് ചില സ്ഥലങ്ങളിൽ. പക്ഷെ ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ചാണ്, ആദ്യം തേനുണ്ടാവും, പിന്നീടാണ് പൂമ്പൊടി ഉണ്ടാകുന്നത്. അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തേൻ ഇതിലൊക്കെ തേനായിട്ടുണ്ട്, കണ്ടാ നോക്കിയേ. ഇപ്പോഴത്തെ തേന് കളറ് കുറവായിരിക്കും, വൈറ്റ് ആയിരിക്കും കളറ്. കുറച്ചും കൂടെ പ്രകൃതിയിൽ നല്ലോണം കാണിച്ചു തരാം. കണ്ടില്ലേ, തേന് വൈറ്റ് കളറായിരിക്കും. ഇപ്പം അധികം പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ആകാത്തതുകൊണ്ട് മറ്റ് തേന് ഓരോ വൃക്ഷങ്ങളുടെ തേൻ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആകുമ്പോഴേ നമുക്ക് നല്ലൊരു തേൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ തേന് നമുക്ക് വൈറ്റ് കളറായിരിക്കും കൂടുതലും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല മധുരം കൂടുതലുണ്ടാവും, ചവർപ്പൊക്കെ കുറവായിരിക്കും. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡുകളൊക്കെ അത്യാവശ്യം മെഴുക് വെച്ച് ഒട്ടിക്കണം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിലുള്ള ഡിവിഷൻ ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മോള് വശത്തുള്ള പെട്ടിയിൽ നിറച്ചും തേൻ വെക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. മുകളിലത്തെ ഡിവിഷൻ ചെയ്യുന്ന കുറച്ച് അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം തേൻ വെക്കുമ്പോൾ ഇവിടം മുതൽ ഈ ഫ്രണ്ട് മുതൽ ഇവിടം വരെ തേൻ വെക്കാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഓക്കെ, ഇവിടെ കുറച്ച് മെഴുകും അതിൻ്റെ എൻട്രൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും പ്രൊപ്പോളിസൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം ഒന്ന് കയറിക്കോളും. വേണ്ട, ഇതിൻ്റെ എൻട്രൻസിൻ്റെ കുറച്ച് ഭാഗം പൊട്ടിക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുക്കും. ശേഷം ചൂട് തട്ടാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ മടക്കി വെക്കാം. ഓക്കെ, ഒരു പലകയോ എന്തെങ്കിലും എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പം നമ്മുടെ ഒരു കൂടിൻ്റെ ഷിഫ്റ്റിങ് കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.